യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയണമേ. സൗഖ്യമായി കൃപയായി നിറഞ്ഞിടണേ, അനുഗ്രഹ പെരുമഴ ചൊരിയണമേ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, സുവിശേഷം തീ പോലെ കത്തിപ്പടരട്ടെ. കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പടരട്ടെ, കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, വലിയ സ്നേഹത്തോടെ ഈ 3 ദിവസത്തെ ധ്യാനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ 3 ദിവസങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികൾ ചെയ്യും, ഒരു സംശയമില്ല. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കർത്താവ് ഒരുങ്ങി നിൽക്കുകയാണ്. അനുഗ്രഹം നമ്മുടെ മേൽ സമൃദ്ധമായിട്ട് ചൊരിയുവാൻ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. സങ്കീർത്തനം 118, 24, 25 തിരുവചനങ്ങൾ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. ദൈവം നമ്മുടെ മേൽ ചൊരിയാൻ പോകുന്ന വലിയ അനുഗ്രഹങ്ങളെയും കൃപയെയും ആത്മാവിനാൽ നിറയ്ക്കാൻ പോകുന്ന അഭിഷേകത്തെയൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതുമാത്രമല്ല, അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളുമൊക്കെ നമുക്ക് വേണ്ടി യേശു ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. സങ്കീർത്തനം 118, 25 വചനം. കർത്താവേ, അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണം. കർത്താവേ, അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണം. നമ്മളെ രക്ഷിക്കുന്നത്, നമുക്ക് വിജയം നൽകുന്നത് കർത്താവായ യേശുവാണ്. യേശു തൻ്റെ വചനം നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ രക്ഷയിലേക്ക്, വിജയത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക് എല്ലാം നയിക്കുന്നത്. ദൈവം തൻ്റെ സകല പ്രവൃത്തികളും ചെയ്യുന്നത് വചനം നൽകിക്കൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് പറഞ്ഞു ഉണ്ടാകട്ടെ, എല്ലാം ഉണ്ടായി. ഉണ്ടാകട്ടെ എന്ന് അവിടുത്തെ അധരങ്ങളിലൂടെ പുറപ്പെട്ട ആ തിരുവചനം വന്നപ്പോൾ സൃഷ്ടിക്കപ്പെട്ടു. ആ ദൈവത്തിൻ്റെ വചനമാണ് സൃഷ്ടിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് പരിപാലിക്കുന്നത്, ദൈവത്തിൻ്റെ വചനമാണ് എല്ലാറ്റിനെയും നയിക്കുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17, 18 വചനങ്ങളിൽ പറയുന്നു, മോശ വഴി നിയമം നൽകപ്പെട്ടു, കൃപയും സത്യവുമാവട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി. കൃപയുടെ സമൃദ്ധി,
കൃപയുടെ സമൃദ്ധി യേശുവിലൂടെ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുക. നിയമം മോശ വഴി നൽകപ്പെട്ടുവെങ്കിൽ കൃപയും സത്യവും യേശു ക്രിസ്തു വഴി നമ്മുടെ മേൽ ചൊരിയപ്പെടുക. എന്താണ് സത്യം? അവിടുത്തെ വചനമാണ് സത്യം. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. സത്യം തന്നെയായ ദൈവത്തിൻ്റെ വചനം, ആ വചനമായ യേശു തന്നെയാണ് യഥാർത്ഥ സത്യം. ഹല്ലേലൂയ. ദൈവകൃപയുടെ വലിയ സമൃദ്ധിക്ക് വേണ്ടി പരിശുദ്ധാത്മാ അഗ്നിയുടെ വലിയ ഒരു അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപയും ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയും പരിശുദ്ധാത്മാ അഗ്നിയും കൊണ്ട് നിറഞ്ഞ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് മാറാം. എല്ലാവരെയും ഈ കൃപാഗ്നി കൺവെൻഷനിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. യേശു നമ്മുടെ കൂടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്. യേശയ്യ 52:12 ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ നടക്കും, അവിടുന്ന് നിന്റെ പിൻകാവൽക്കാരൻ ആയിരിക്കും. നിന്റെ മുൻപേ നടക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പിന്നിൽ കാവൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, അവനിലൂടെ കൃപയും പരിശുദ്ധാത്മാ അഗ്നിയും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയും പിതാവായ ദൈവം മാനവരാശിയുടെ മേൽ നിരന്തരമായിട്ട് ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവിടുന്ന് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് വചനം നൽകിക്കൊണ്ടാണ്. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. ദൈവവുമായിട്ട് ഗാഢബന്ധം പുലർത്തിയിരുന്ന പുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് എല്ലാവരും ദൈവത്തെ കാണുന്നത്. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നു, വചനം തന്നെയായ ദൈവം. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവൻ മൂലമുണ്ടായി, അവനെ കൂടാതെ ഒന്നുമുണ്ടായിട്ടില്ല. വചനമായ ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് പിറന്നു. ദൈവവുമായിട്ട് ഗാഢമായിട്ട് ബന്ധത്തിലായിരുന്ന പുത്രൻ തമ്പുരാനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജന്മമെടുത്തു. മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജന്മമെടുത്ത കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മുഖം കണ്ടത്. നമ്മൾ കണ്ട ദൈവത്തിൻ്റെ മുഖം കരുണയുടെ, സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, ദയയുടെ മുഖമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം നമ്മൾ യേശുക്രിസ്തുവിലൂടെ നിരന്തരമായിട്ട് സുവിശേഷങ്ങളിൽ കണ്ടു. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിൻ്റെ ആ സ്നേഹവും കരുണയും ദയയുമൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ, ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വന്തമാക്കിയ ജീവിത അനുഭവങ്ങൾ, യേശുക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ ജീവിതം കൊടുത്ത എത്രയോ വ്യക്തികൾ, ഇവരൊക്കെ വചനമായ യേശുവിനെ ജീവിതത്തിൽ അവരുടെ പ്രതിസന്ധികളിൽ, അല്ലെ രോഗങ്ങളിൽ, തകർച്ചകളിൽ, കടഭാരങ്ങളിൽ, വിഷമങ്ങളിലൊക്കെ അവർ യേശുവിനെ കണ്ടുമുട്ടി, യേശുവിനെ അവർ അനുഭവിച്ചവരാണ്. വചനമായ ദൈവം, കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കണം. വചനം നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം നമ്മൾ സ്വന്തമാക്കുന്നു, അതനുസരിച്ച് ആത്മാവിൽ നമ്മൾ കരുത്തുള്ളവരായി, ബലമുള്ളവരായി, വിശുദ്ധിയുള്ളവരായിട്ട് മാറുകയാണ്. പരിശുദ്ധ മറിയം തൻ്റെ ഹൃദയത്തിൽ വചനം സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അവിടെ പറയുന്നുണ്ട്, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു.
ആ മറിയത്തിൻ്റെ ഹൃദയം നിറയെ ദൈവത്തിൻ്റെ വചനമായിരുന്നു. ദൈവം സംസാരിച്ചത് മുഴുവൻ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച പരിശുദ്ധ മറിയം. നമ്മളെ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നതും വിളിച്ചിരിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്. വചനം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് വചനത്തിനനുസരിച്ച് ജീവിച്ചാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വചനം ആര് അനുസരിക്കുന്നുവോ അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, അവരെയാണ് ദൈവം ശക്തമായിട്ട് അനുഗ്രഹിച്ച് ഉയർത്തുന്നത്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യാം. എൻ്റെ ദാസനായ മോശ വഴി ഞാൻ നൽകിയിരിക്കുന്ന എല്ലാ നിയമങ്ങളും കൽപ്പനകളും നീ അനുസരിക്കണം. മോശ വഴി നിയമം നൽകപ്പെട്ടു. യേശുക്രിസ്തു വഴി കൃപയുടെ സമൃദ്ധി നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സമൃദ്ധി നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാണ്. ദൈവ കരുണയുടെ സമൃദ്ധി നമ്മുടെ മേൽ ചൊരിയപ്പെടുകയാണ്. അവയിൽ നിന്ന് നീ ഇടംവലം തിരിയരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ദൈവത്തിൻ്റെ കൽപ്പനകളും നീ പാലിച്ചാൽ, ഇടംവലം വ്യതിചലിക്കാതെ ജീവിച്ചാൽ നീ വിജയം വരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദാനം നൽകുകയാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കാത്ത ഒരു ജീവിതം നമ്മൾ ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ 1-ാം സ്ഥാനം ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ദൈവത്തിൻ്റെ വചനത്തിനും നമ്മൾ നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ വഴികളിലും നമുക്ക് വിജയം ദൈവം നമുക്ക് ഒരുക്കിത്തരും. ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ വൻ പരാജയങ്ങൾ, വലിയ തകർച്ചകളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള അടിസ്ഥാന കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും അവർ നിരാകരിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. അതുതന്നെയാണ് പരാജയത്തിൻ്റെയും തകർച്ചയുടെയും പ്രധാനപ്പെട്ട കാരണം. എൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, എൻ്റെ വചനങ്ങൾ പാലിച്ചാൽ നിനക്ക് എല്ലായിടത്തും വിജയം നൽകുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നടന്നിരിക്കും. ആ വാഗ്ദത്തം ഇതാ, എല്ലായിടത്തും വിജയം നൽകും. വലിയ ഒരു വിജയം കർത്താവ് നൽകും. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. 1 കൊറിന്തോസ് 15:57. എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി നമുക്ക് വിജയമുണ്ട്. യേശുക്രിസ്തുവിലൂടെയാണ് ദൈവമക്കൾക്ക് വിജയമൊരുക്കി വെച്ചിരിക്കുന്നത്. അവിടുന്ന് വിജയം വരിച്ചവനാണ്. നമ്മുടെ കൂടെ എപ്പോഴും ആയിരിക്കുന്നവൻ നമുക്ക് വിജയം നൽകും. നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാകുന്നില്ലെങ്കിൽ വചനം നമ്മിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. വചനമുണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ ശക്തിയും നമ്മൾ നിറയുന്നത്. വചനമുണ്ടെങ്കിലാണ് നമ്മൾ ശക്തരായിട്ട് മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്താ പരാജയപ്പെടുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മിലില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. നിരന്തരമായിട്ട് വചനം വായിക്കുക, വചനം പഠിക്കുക, സാധിക്കുന്നിടത്തോളം വചനത്തിന് അനുസരിച്ചുള്ള ഒരു ജീവിതം വഴിയിലൂടെ, ഒരു ശൈലിയിലൂടെ പോകാനുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തുവെങ്കിൽ മാത്രമേ എല്ലായിടത്തും നമുക്ക് ക്രിസ്തുവിലൂടെ ഒരു വിജയം ലഭിക്കത്തുള്ളൂ.
ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരത്തിലുണ്ടായിരിക്കണം. നിന്റെ അധരത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളും ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ എങ്ങനെ അനുസരിക്കും തെറ്റാതെ? നമ്മളെ നയിക്കാനായി ദൈവം അവിടുത്തെ ആത്മാവിനെ തന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളും നിയമങ്ങളുമൊക്കെ പാലിക്കാനായിട്ട് നമ്മളെ ശക്തിപ്പെടുത്തുന്നതും ആ വഴിയിലൂടെ നയിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അത് പാലിക്കുക പ്രയാസമുള്ള കാര്യമേ അല്ല. ഒരു വ്യക്തി ജഡത്തിൽ നയിക്കപ്പെടുമ്പോഴാണ് ആ വ്യക്തിക്ക് ദൈവവചനവും കൽപ്പനകളും ജീവിതത്തിൽ അനുസരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പ്രയാസം അനുഭവപ്പെടുന്നു. ആ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഇത് വളരെ എളുപ്പമാണ്. വചനം പാലിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നീ രാവും പകലും ധ്യാനിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. നമ്മളിൽ എത്ര പേര് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നുണ്ട്? ഈ സമ്പൂർണ്ണ ബൈബിള് നമ്മൾ പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ? ഇത് കേൾക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുകയും സമ്പൂർണ്ണമായിട്ട് വായിക്കാത്തവർ വായിക്കുകയൊക്കെ ചെയ്യണം. ആ ദൈവത്തിൻ്റെ വചനം രാവും പകലും നീ ധ്യാനിക്കണം. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഒരു ദൈവ മകന്, ദൈവമകൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, വചന ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ചിന്ത, വചനത്തെ ധ്യാനിക്കുന്ന, ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഒരു മനസ്സ് ഉണ്ടോ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. വിജയം വരിക്കുകയും ചെയ്യും. നിനക്ക് അധോഗതി ഉണ്ടാവത്തില്ല. നീ വിജയം വരിക്കും. നിന്റെ ജീവിതത്തിൽ നീ വിജയം വരിക്കണമെങ്കിൽ അതിന് നീ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം ഒന്നിന് പിറകെ ഒന്നായിട്ട് ദൈവം അനുവദിച്ചു തരും. ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എനിക്ക് വളരെ അടുത്ത് അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ മകന് ആദ്യമായിട്ട് ധ്യാനം കൂടുമ്പോൾ അവൻ്റെ മുട്ടിന് മാരകമായ ഒരു പരിക്ക് പറ്റി ഓപ്പറേഷൻ ചെയ്ത് കാൽമുട്ടും അടങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ധ്യാനാവസരത്തിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യേശു ആ മകനെ തൊട്ടു. അവൻ്റെ കാൽമുട്ട് വീണ്ടും ഓപ്പറേഷൻ ചെയ്യാതെ അത്ഭുതമായ സൗഖ്യത്തിലേക്ക് വന്നു. ഈ മകന് അതോടുകൂടി ആഴമായ വിശ്വാസമായി. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് രക്ഷകനും നാഥനുമായിട്ടൊക്കെ സ്വീകരിച്ചു. കർത്താവിന് വേണ്ടി കുഞ്ഞു കുഞ്ഞു പ്രേക്ഷകരെയൊക്കെ ചെയ്യാൻ തുടങ്ങി. അടുത്ത നാളിൽ എന്നോട് പറഞ്ഞത് സമ്പൂർണ്ണ ബൈബിളൊക്കെ വായിച്ചു. അങ്ങനെ കൂടുതൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ആ മകൻ കടന്നു വന്നു. സ്വന്തമായിട്ട് ഒരു വീടോ മറ്റൊന്നുമില്ലായിരുന്നു. അത്ഭുതമായിട്ട് ദൈവം ഒരു 4 സെൻറ്റ് സ്ഥലം ആ മകന് വേണ്ടി കർത്താവ് ക്രമീകരിച്ചു കൊടുത്തു. മനോഹരമായ വീട് വെച്ച് അവിടെ താമസമൊക്കെ ആരംഭിച്ചു. സന്തോഷമായിട്ട് ജീവിതം മുൻപോട്ട് പോവുക. ഈ അടുത്ത ഒരു ദിവസം ആ മകൻ വിളിച്ചപ്പോൾ എന്നോട് പറയുകയാണ്,
ഹൃദയം നിറയെ സന്തോഷമാണ്. ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നു. അതുകൂടാതെ ആ മകൻ പറയുകയാണ്, ഈ ലോക്ക്ഡൗണിൻ്റെ കാലത്ത് 1-2 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ സാധിച്ചു. നവീകരണത്തിലേക്ക് വന്നതിന് ശേഷം, യേശുവിനെ ആഴത്തിൽ അറിഞ്ഞതിന് ശേഷം ആ മകൻ പറയുന്നു, ഈ സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു, വചനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷമാണ്. ഏതു ചെറിയ കാര്യത്തിലും ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ, ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ദൈവം ആരിലൂടെ എങ്കിലുമൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നു, ദൈവം സഹായിക്കുന്ന അനുഭവം ആ മകൻ പങ്കുവെച്ചു. ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എല്ലാ ഭാഗത്തു നിന്നും ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് തുടങ്ങും. എല്ലായിടത്തും നമുക്ക് വിജയമുണ്ട്. ഒരു പരാജയത്തിലേക്ക് നമ്മൾ ആരും നയിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ജോഷുവയുടെ പുസ്തകം 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ? നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്തിനാ ഭീരുവാകുന്നത്? നീ എന്തിനാ സംഭ്രമിക്കുന്നത്? നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ട്. ജോഷുവായ്ക്ക് കൊടുത്ത ഈ വചനം ഇതെനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള വചനമാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള വചനമാണ്. നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാനുണ്ട്. ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു മരണത്തിൻ്റെ മേൽ വിജയം നേടിയവൻ, പിശാചിൻ്റെ മേൽ വിജയം നേടിയവൻ, ലോകത്തിൻ്റെ മേൽ വിജയം നേടിയവൻ, സകല തിന്മയുടെ ശക്തിയുടെ മേൽ വിജയം നേടിയവൻ, പിശാചിനെ തൻ്റെ കാൽ കീഴിൽ ചവിട്ടുമെതിച്ചുകൊണ്ട് വിജയം നേടിയവൻ, കുരിശിൽ എല്ലാറ്റിൻ്റെ മേൽ വിജയം നേടിയവൻ കർത്താവായ യേശു ക്രിസ്തു നിന്റെ കൂടെയുണ്ട്. നീ എവിടെ പോയാലും നീ ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. വചനം തന്നെയായ ദൈവം, വചനം തന്നെയായ യേശു നിന്റെ കൂടെയുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, നിനക്ക് വിജയം നൽകും. നിന്റെ ഉദ്യമങ്ങളിൽ നീ വിജയം വരിക്കും. ജോഷുവ 1:7 നിന്റെ ഉദ്യമങ്ങളിൽ എല്ലാം നീ വിജയം വരിക്കും. നിന്റെ ഉദ്യമങ്ങളിൽ നിനക്ക് വിജയം വേണമോ? ദൈവത്തിൻ്റെ വചനം അതേപടി ജീവിതത്തിൽ അനുസരിക്കുവാൻ, പ്രാവർത്തികമാക്കുവാൻ തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യണം. ഇതിനുവേണ്ടി ആരൊക്കെ വില കൊടുക്കുന്നുവോ, അതിനുവേണ്ടി ആരൊക്കെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ വചനം പാലിക്കുവാനായിട്ട് ശ്രമിക്കുന്നുവോ അവരുടെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹം നിരന്തരമായിട്ട് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ ആ സാന്നിധ്യം വിജയം നൽകും, അനുഗ്രഹം നൽകും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊരു നിമിഷം 2 കരങ്ങൾ വന്ന് എത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ ഹൃദയങ്ങളെ തുറക്കണമേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അയക്കണമേ, ആത്മാവിൻ്റെ കൃപകളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വചനമയച്ച് അത്ഭുതങ്ങൾ ചെയ്യണമേ. അന്ധകാര ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കട്ടെ. കർത്താവിൻ്റെ വചനം അയച്ചുകൊണ്ട് ദൈവവചനത്തിന് വിടുതൽ കൊടുക്കണമേ. രോഗികൾ സൗഖ്യമാവട്ടെ, തിന്മയുടെ കെട്ടുകഴിയട്ടെ. ഹൃദയങ്ങളെ തുറക്കണമേ, അല്ല വചനം സ്വീകരിക്കുവാൻ മനസ്സുകളെ തുറക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം.
ഞാൻ പറഞ്ഞ വചനത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവും ജീവനും എല്ലാം മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം പാലിക്കുമ്പോൾ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉയർച്ചയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രമാത്രം വില കൊടുക്കുന്നുവോ അതനുസരിച്ച് നമ്മുടെ മേൽ വലിയ കൃപ കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. യേശു നമുക്ക് അവിടുത്തെ ആത്മാവിനെ നൽകി. എന്തിനാ ഈ ആത്മാവിനെ നമുക്ക് നൽകിയത്? അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടിയാ, സാക്ഷ്യ ജീവിതം നയിക്കാൻ വേണ്ടിയാ യേശു അവിടുത്തെ ആത്മാവിനെ നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ആത്മാവ് നമ്മളെ നയിക്കുകയാ വചനത്തിലൂടെ, വിശുദ്ധിയിലൂടെ. എവിടെയും ക്രിസ്തുവിനെ ഉയർത്തുന്ന സാക്ഷിയാക്കി നമ്മളെ മാറ്റുവാൻ യേശു അവിടുത്തെ ആത്മാവിനെ നൽകി. ഈ ആത്മാവ് നമ്മളെ വചനത്തിൻ്റെ പാതയിലൂടെ നയിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 46 മുതൽ 54 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ വീണ്ടും ഗലീലായിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകനുണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതനായിരുന്നു. യേശു യൂദയായിലെ ഗലീലായിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്നമനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു വീണ്ടും ഗലീലായിലെ കാനായിലെത്തി. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. യേശു ആദ്യത്തെ അടയാളം പ്രവർത്തിച്ചത് അവിടെ വെച്ചാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങൾക്കൊക്കെ അടയാളങ്ങൾ എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണത്. ഗലീലായിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്ന യേശു, സയൻസ് ആൻഡ് വണ്ടേഴ്സ്, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും എന്തിനു വേണ്ടിയാണ് ദൈവം ചെയ്യുന്നത്? അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്യുന്നതിലൂടെ ഒന്ന്, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. 2, ഇത് കാണുന്ന വ്യക്തി, സ്വീകരിക്കുന്ന വ്യക്തി, അവരെല്ലാവരും അവിടുത്തെ സാക്ഷികളായിട്ട് മാറുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു പ്രവർത്തിക്കും. അത് ആരൊക്കെ എതിർത്താലും നിഷേധിച്ചാലും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ക്രിസ്തു അന്ന് ചെയ്തു, ഇന്ന് ചെയ്യും, നാളെ ചെയ്യും. അവൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തെളിവാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും. ഹല്ലേലൂയ. യേശു വീണ്ടും കാനായിൽ എത്തിച്ചേരുകയാണ്. കാനായിൽ എത്തിച്ചേരുമ്പോൾ ഒരു രാജസേവകൻ യേശുവിൻ്റെ അടുക്കൽ എത്തിച്ചേരുകയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മകൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടക്കുകയാണ്. എൻ്റെ മകൻ മരിക്കാറായിട്ട് കിടക്കുകയാണ്. ഹല്ലേലൂയ. ആ പിതാവ് ഹൃദയത്തിൽ വലിയ വേദനയോടെയാണ്
യേശുവിൻ്റെ അടുക്കൽ വന്നത്. തൻ്റെ മകൻ്റെ രോഗാവസ്ഥ അല്ലെ മരിക്കാറായ അവസ്ഥയിൽ യേശുവിനെ തേടിയെത്തുകയാണ്. നമുക്കറിയാം, ഇന്നും വേദനിക്കുന്നവരും രോഗികളും പ്രതീക്ഷ നഷ്ടപ്പെട്ടവരും പ്രത്യാശ നഷ്ടപ്പെട്ടവരൊക്കെ യേശുവിനെ തേടി വരികയാണ്. യേശുവിനെ തേടി വരിക. എല്ലാം ഉണ്ട് എന്ന് ധരിക്കുന്നവർ, സമ്പത്ത് അല്ലെ ലോകത്തിൻ്റെ എല്ലാം ഉണ്ട് എന്ന് ധരിക്കുന്നവരായിരിക്കും ദൈവത്തെ തേടാത്തവർ. അല്ലാത്തവർ, സാധാരണക്കാരൊക്കെ അവിടെ ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തെ തേടുന്നവർ തന്നെയാണ്. ജീവിതത്തിൽ എത്രമാത്രം സമ്പത്തും നേട്ടങ്ങളുണ്ടെങ്കിലും ഓർത്തുകൊള്ളുക, ദൈവത്തെ തേടേണ്ട സമയം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ദൈവത്തെ നീ അന്വേഷിക്കുന്ന സമയം ഉണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവും. ഈ കഴിഞ്ഞ ഏതാനും നാൾ മുമ്പ് ഒരു വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചു. അമേരിക്കയിൽ നിന്നാണ് വിളിച്ചത്. അമേരിക്കയിൽ ഒരിക്കലും ധ്യാനം നിർത്തുമ്പോൾ അദ്ദേഹം അവിടെ ധ്യാനത്തിൽ പങ്കെടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മസിൽസിന് ബലം നഷ്ടപ്പെട്ട്, ഞരമ്പുകൾക്ക് ബലമൊക്കെ നഷ്ടപ്പെട്ട് ഒരു മനുഷ്യനാണ്. ഭാര്യ, 4 കുഞ്ഞുങ്ങളുണ്ട്. നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പല ധ്യാനങ്ങളിൽ പങ്കെടുത്തു, പക്ഷേ ശാരീരികമായ സൗഖ്യം എനിക്ക് ലഭിച്ചിട്ടില്ല. ഹൃദയത്തിൽ സന്തോഷമുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. ഈ അടുത്ത നാളിൽ എന്നെ വിളിച്ചിട്ട് വലിയ സങ്കടത്തോടെ അദ്ദേഹം പറയുകയാണ്, ഞാൻ വലിയ സങ്കടത്തിലാണ്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവം, ഭാര്യയിലൂടെയൊക്കെ ഒത്തിരിയേറെ മുറിവേൽക്കുന്ന അനുഭവമാണ് ഇപ്പോൾ ഉള്ളത്. ഭാര്യ ജോലിക്ക് പോകുന്നുണ്ട്, അവളാണ് കുടുംബം പോറ്റുന്നത്. മക്കളൊക്കെ മുതിർന്നു, മക്കളുടെ വഴിക്ക്. ഭാര്യയിലൂടെ ഒത്തിരിയേറെ നിരന്തരമായിട്ട് മുറിവേൽപ്പിക്കുന്ന വേദനയുടെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങിയെടുത്തു. എല്ലാവരും പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. വചനം വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരൊഴുക്കുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ രോഗിയായി തീർന്നു. ജീവിതത്തിൽ ഇപ്പോൾ ഒറ്റപ്പെടലിൻ്റെയും തിരസ്കരണത്തിൻ്റെയും വേദന ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക. ആ മനുഷ്യൻ്റെ സങ്കടം കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി, ഒത്തിരി വേദന തോന്നി. ആ മനുഷ്യൻ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആരോഗ്യമുണ്ടായിരുന്ന നാളുകളിൽ, ജോലി ചെയ്ത നാളുകളിൽ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, നാട്ടിലുള്ള കുടുംബങ്ങൾക്ക് വേണ്ടിയൊക്കെ എല്ലാം കൊടുത്തത്. ഇന്ന് സ്വന്തം ഭവനത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ്റെ സങ്കടമാണ് ഞാൻ ഈ പങ്കുവെച്ചത്. ആകെ ആശ്രയം എന്ന് പറയുന്നത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രം. പുറം ലോകം കാണണമെങ്കിൽ ഭാര്യയോ മക്കളോ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടു പോകണം. അല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ വേദനകളും സഹനങ്ങളുമൊക്കെ ഉണ്ടാകും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വചനത്തിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുക. യേശു നിന്നെ സഹായിക്കാനുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ, നിനക്ക് വേണ്ടി അടയാളങ്ങളെ പ്രവർത്തിക്കാൻ, നിന്നെ സഹായിക്കാൻ യേശു കൂടെയുണ്ട്. എപ്പോഴും ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം. മനസ്സ് മടുക്കരുത്. ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും തകർച്ചയുടെയും അനുഭവങ്ങളുണ്ടാകും. സ്നേഹിച്ചവരൊക്കെ ഒരുപക്ഷെ എല്ലാവരും തള്ളിപ്പറയും. ആർക്കും വേണ്ടാത്ത അവസ്ഥയുണ്ടാവാം. പക്ഷെ യേശുവിന് നിന്നെ വേണം. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ.
ആ പ്രത്യാശ ഹൃദയത്തിൽ നിറച്ച് കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കി നമുക്ക് ആശ്വസിക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് വേദന അനുഭവിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടവർ, പ്രതികൂലങ്ങളിൽ കഴിയുന്നവർക്ക് വേണ്ടിയൊക്കെ ഇന്ന് ആരാധനയിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കണം. യേശു ആ രാജസേവകനോട് പറയുക, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു തന്നെ നിങ്ങളെ ഞാൻ വിശ്വസിപ്പിക്കും. സുവിശേഷങ്ങളിൽ ഉടനീളം അതല്ലേ കാണുന്നത്? അവൻ ചെയ്ത അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ. സുവിശേഷങ്ങളിൽ ഉടനീളം ഇതുതന്നെ നമ്മൾ കാണുന്നത്. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് മനുഷ്യനെ വിശ്വസിപ്പിക്കും. അവൻ്റെ കണ്ണുകൾ അവൻ തുറക്കും, അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് നയിക്കും. യേശു അന്നത് ചെയ്തെങ്കിൽ ഇന്നും യേശു ചെയ്യും, ആരും സംശയിക്കേണ്ട. വചനമയച്ചുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ ചെയ്യും. വചനമയച്ചുകൊണ്ട് ദൈവജനത്തിന് അവൻ വിടുതൽ കൊടുക്കും. മത്തായി സുവിശേഷം 8:16. സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതര് രോഗികളെയൊക്കെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ വചനമയച്ചുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. 17-ാം വചനം പറയുന്നു, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തു, നമ്മുടെ മുറിവുകൾ വഹിച്ചു. വചനം അയച്ചുകൊണ്ട് അശുദ്ധാത്മാവിനെ പുറത്താക്കിയത്. വചനം കേട്ടുകൊണ്ടിരുന്നവർക്ക് അവൻ അത്ഭുത രോഗശാന്തികൾ നൽകിയത്. വചനം അയച്ചുകൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തികൾ എല്ലാം ചെയ്യുന്നത്. ഹല്ലേലൂയ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം സൃഷ്ടിച്ചു. എല്ലാറ്റിനെയും ഉണ്ടാക്കിയ ആ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള കാര്യം മറന്നു പോവണ്ട. ഹല്ലേലൂയ. യേശു ആ രാജസേവകനോട് പറയുകയാണ്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. രാജസേവകൻ പറയുകയാണ്, കർത്താവേ അങ്ങ് വരണം, എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ഗോ, യുവർ സൺ വിൽ ലീവ്. യുവർ സൺ വിൽ ലീവ്. നിന്റെ മകൻ ജീവിക്കും. നീ പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിക്കും. ജീവന്റെ ഉടയവനായ യേശു ക്രിസ്തു പറയുക, നീ പൊയ്ക്കോ, നിന്റെ മകൻ ജീവിക്കും. യോഹന്നാൻ 4:50. ഈ രാജസേവകൻ ഈ വചനം വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാ. വചനം വിശ്വസിച്ചുകൊണ്ട് ആമേൻ. രാജസേവകൻ മടങ്ങിയത് വചനം വിശ്വസിച്ചുകൊണ്ട്, ഹൃദയത്തിൽ വിശ്വസിച്ചു. ആ വചനം ഏറ്റെടുത്തു. യേശു പറഞ്ഞ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് രാജസേവകൻ വീട്ടിലേക്ക് മടങ്ങിയത്. രോഗിയായ മകൻ വീട്ടിൽ കിടക്കുകയാ, മരിക്കാറായി കിടക്കുക. ദൂരെ എവിടെയോ ആണ് വീട്. രാജസേവകൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഒരുപറ്റം ആളുകൾ വരികയാണ്. രാജസേവകൻ ചോദിക്കുന്നു, എന്തു സംഭവിച്ചു? അവർ പറയുകയാണ്, നിന്റെ മകൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നു, നിന്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ഒരത്ഭുതം സംഭവിച്ചിരിക്കുന്നു. രാജസേവകൻ ചോദിക്കുന്നു, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? രാജസേവകൻ അത്ഭുതം കൊണ്ട് നിറയുക, തൻ്റെ കണ്ണുകൾ വിടർന്നു. രാജസേവകൻ ചോദിക്കുക, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? 7-ാം മണിക്കൂറിൽ അവർ പറഞ്ഞു. 7-ാം മണിക്കൂറിൽ രാജസേവകൻ തിരിച്ചറിഞ്ഞു, 7-ാം മണിക്കൂറിൽ യേശു കൽപ്പിച്ചത് നിന്റെ മകൻ ജീവിക്കും. യേശു ആ വചനം പറഞ്ഞ നിമിഷം അങ്ങ് ദൂരെ ഭവനത്തിലായിരുന്ന ആ കുഞ്ഞു ജീവനിലേക്ക് മടങ്ങി വരിക. യേശുവിൻ്റെ വചനത്തിന് അനന്തമായ ശക്തിയുണ്ട്. നിങ്ങൾ ലോകത്തിൽ എവിടെയാണെങ്കിലും
ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിന്നെ സുഖപ്പെടുത്തുവാൻ യേശുവിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അവൻ്റെ നാവിലൂടെ പുറപ്പെടുന്ന വചനം അത് അത്ഭുതം ചെയ്യും. രോഗങ്ങൾ വിട്ടുമാറും, അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ സംഭവിക്കും. രാജസേവകന്റെ ആ കുഞ്ഞു ജീവനിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനമേ, തിരിച്ചറിയുക, അവൻ്റെ വചനത്തിന് അസാധാരണമായ ശക്തിയുണ്ട്. അവൻ്റെ വചനത്തിന് അസാധാരണമായ ജീവനുണ്ട്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ്റെ വചനം അത്ഭുതം ചെയ്തിട്ടേ തിരിച്ചു വരത്തുള്ളൂ. യേശുവിൻ്റെ അധരത്തിലൂടെ പുറപ്പെടുന്ന വചനം ദൈവപ്രവൃത്തി ചെയ്തിട്ടേ തിരിച്ചു വരത്തുള്ളൂ. ആ വചനത്തിന് മാറ്റമില്ല. യേശുവിൻ്റെ ഓരോ വാഗ്ദത്ത വചനത്തിലൂടെയും അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. ഇന്നിതാ നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി വചനമയച്ചുകൊണ്ട് യേശു ഒരത്ഭുതം ചെയ്യാനായിട്ട് പോകുന്നു. നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് സംഭവിക്കും. ഉറപ്പാ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തിൽ അത്ഭുതം ആരംഭിച്ചു കഴിഞ്ഞു. നിന്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇതാ നിന്റെ ഭവനത്തിൽ ഇപ്പോൾ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ട്. ജീസസ് ഈസ് അലൈവ്. അവൻ ഇന്നും ജീവിക്കുന്നു. അവൻ നിന്റെ ഭവനത്തിലുണ്ട്, നിന്റെ കൂടെയുണ്ട്. അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് തീഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആമേൻ. എൻ്റെ പേര് പ്രിൻസ്. ഞാനൊരു ആർട്സ് ആൻഡ് സിവിൽ എഞ്ചിനീയറാണ്. എൻ്റെ സ്ഥലം മണിമലയാണ്. വൈഫിൻ്റെ പേര് ജുബിയ. 2013 ബ്രസ്റ്റിൽ ചെറിയൊരു തടിപ്പ് കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചത്. അപ്പം ട്രീറ്റ്മെൻറ്റുകൾ നോക്കിയപ്പം ബ്രസ്റ്റ് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് കഴിയാറായി നിൽക്കുകയാണ്. ആദ്യത്തെ 2 കീമോ കഴിഞ്ഞു. 3ാമത്തെ കീമോയുടെ സമയത്ത് ബ്രസ്റ്റ് ചെക്ക് ചെയ്തപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ആ മുഴ 95% മാറി. അപ്പോൾ ഡോക്ടർ ചോദിച്ചത് എന്താ ഇങ്ങനെ? ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ബാക്കി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പം ആ ക്യാൻസർ ലങ്സിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അപ്പം തന്നെ നമുക്കൊരു 7-8 ലക്ഷം രൂപയോളം ചിലവായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ട്രീറ്റ്മെൻറ്റ് സമയത്ത് തന്നെ ഒരു ഇഞ്ചക്ഷൻ 1.25 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷനൂടെ നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് വീണ്ടും അത് വന്നതെന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് പോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞു ഇപ്പോൾ ഈ രോഗം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ചെയ്താലും പിന്നെയും വേറെ അസുഖങ്ങൾ വന്നാണേലും പിന്നാണേലും മരണമുണ്ടല്ലോ. അത് കാരണം ഒരു ധ്യാനം കൂടിയിട്ട് ഇനി എൻ്റെ വഴിക്ക് ഞാനൊരു ധ്യാനം കൂടിയതിന് ശേഷമേ ട്രീറ്റ്മെൻറ്റ് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് സാബു ബ്രദറിൻ്റെ ധ്യാനം പാമ്പാടി ഗുഡ് ന്യൂസിൽ തുടങ്ങാറാണ്. ഏത് വർഷമാണ്? 2014. 2014 നമ്മുടെ ധ്യാനത്തിൽ ഇവർ പങ്കെടുക്കുകയായിരുന്നു. അപ്പം ധ്യാനത്തിന് സാബു ബ്രദർ പറഞ്ഞു ഒരു ദിവസം ഉപവസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് സൗഖ്യം കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. 3 ദിവസം അവൾ ഉപവസിച്ചു അവിടെ. അതിനുശേഷം സാബു ബ്രദർ നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ വീണ്ടും RCCയിലേക്ക് ഞങ്ങൾ പോയി. ഇപ്പം നമുക്ക് തരുന്ന ഈ ഡിസ്കിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിലായിരുന്നു. അപ്പോൾ ആ ഡിസ്ക് ഞങ്ങൾ അവിടെ കൊണ്ട് ചെന്ന് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു ഡൗട്ടേ ഉള്ളൂ, നമുക്ക് ഏതായാലും ട്രീറ്റ്മെൻറ്റ് റേഡിയേഷൻ കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട് ദൈവമേ ഒന്ന് സ്കാൻ ചെയ്താലല്ലേ നമുക്ക് സാബു ബ്രദറിൻ്റെ ഈ ധ്യാനത്തിന് പോലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയുള്ളൂ. അപ്പോൾ എൻ്റെ ബ്രദർ അവിടെ മെട്രോൾ സ്കാനിങ് സെൻറ്ററിലെ റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ അവൻ പറഞ്ഞു നമുക്കിവിടെ, ഞാൻ പറഞ്ഞു നീ ചെയ്യണ്ട, നീ ചെയ്താൽ ഉള്ളത് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഡോക്ടർ തന്നെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഡോക്ടർ ബെന്തിക്കോസ് ഡോക്ടറാണ്. ആ ഡോക്ടർ ഇങ്ങോട്ട് പറയുന്നു പ്രിൻസേ നമുക്കൊന്ന് സ്കാൻ ചെയ്തിട്ട് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. അപ്പം ഞങ്ങൾ ഓർത്തു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം വന്നുകൊണ്ടിരിക്കുന്നു. സ്കാൻ ചെയ്ത് റിപ്പോർട്ടുമായിട്ട് ഡോക്ടർ അകത്ത് കയറി ഇവളെ ആദ്യം വിളിച്ചു. ഒരു 5 സെക്കൻഡിനുള്ളിൽ എന്നെയും വിളിച്ചിട്ട് ചോദിച്ചു പ്രിൻസേ എന്തൊരു അത്ഭുതമാണ് നടന്നിരിക്കുന്നത്, ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല, ജുബിയായ്ക്ക് പരിപൂർണ്ണ സൗഖ്യമാണ്. ഹല്ലേലൂയ. ലങ്സിലെ ക്യാൻസർ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാധാരണ ഒരു
സ്ത്രീക്ക് ക്യാൻസർ വന്നതിന് ശേഷം പിന്നീട് മക്കൾ ഉണ്ടാവുക, അല്ലേ? അത് സാധ്യതയില്ല, ഒരു സാധ്യതയില്ല. ക്യാൻസർ വന്നു കഴിഞ്ഞിട്ട് ഒരു ആൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല. വൈദ്യശാസ്ത്രം അങ്ങനെയാണ് പറഞ്ഞത്, അല്ലേ? അങ്ങനെ ഡോക്ടർ പറഞ്ഞവരോട് ആകരുതെന്നും പറഞ്ഞു. കീമോയും റേഡിയേഷൻ ചെയ്ത ബോഡിയിൽ പിന്നീട് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യമല്ല. ഉണ്ടായെങ്കിൽ തന്നെ അതിന് അംഗവൈകല്യങ്ങളോ ബുദ്ധിമാന്ദ്യത, നോർമലുള്ള കുട്ടിയെ കിട്ടാൻ 1% പോലും സാധ്യതയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആകരുതെന്നും അവർ പറഞ്ഞായിരുന്നു. അപ്പം ഈ ബ്രസ്റ്റിലും ലങ്സിലും ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിന് ഒരു ഗുളിക പോലും ആ ഡോക്ടർ കുറിച്ചില്ല. അവിടെയാണ് നമുക്ക് തമ്പുരാൻ നമ്മുടെ കാര്യത്തിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇടപെടുത്തിയത്. കാരണം ഒരു ഗുളിക കുറിച്ചാൽ അത് വീണ്ടും ഈ ക്യാൻസർ വരാതിരിക്കാനുള്ള ഡോസുള്ള ഗുളികയാണ്. ആ ഗുളിക ശരീരത്തിലുണ്ടെങ്കിൽ ഒന്നും നമുക്ക് പിന്നെ സാധ്യമല്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മൂത്തവർക്ക് ഭയങ്കര ആഗ്രഹം ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും കൂടെ വേണമെന്ന്. അപ്പം ഞങ്ങൾ മിഷ്മ അവിടെ പേര്. അപ്പം ഞങ്ങൾ പറഞ്ഞു, മോളെ ക്യാൻസർ കഴിഞ്ഞു, ഇപ്പം അടുത്ത മോൻ്റെ ഉണ്ടായതിന് ശേഷം വർഷം 7 ഇനിയിപ്പം നമുക്കതെല്ലാം പ്രശ്നമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവളിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. +1 പരീക്ഷയുടെ സമയത്താണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, വേണ്ട, അത് പ്രശ്നമാകും, ആയാൽ തന്നെ നോർമൽ ആകുകയില്ലെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അപ്പം അതിനുശേഷം ഈ പിന്നെ പീരീഡ്സ് കറക്റ്റ് അല്ലാത്ത കാരണം ഞങ്ങൾ ചെക്ക് ചെയ്തില്ല. അപ്പോൾ ഇവൾ പ്രാർത്ഥന തുടങ്ങി. കറക്റ്റ് ഞങ്ങൾ 4-ാം മാസം ഒരു സംശയം ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റ് ഇവൾ 4 മാസം ഗർഭിണിയാണ്. ഹല്ലേലൂയ, നന്ദി. അപ്പം സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു വേണോ. അപ്പം ഞങ്ങൾ പറഞ്ഞു എങ്ങനെയുള്ള കുഞ്ഞായാലും വേണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദറും പറയുന്നുണ്ട്, എടാ വേണ്ട, ഇത് പ്രശ്നമാകും. അപ്പോൾ അവന് സ്കാനിങ് ഒക്കെ ചെയ്യുന്ന കാരണം അവന് നന്നായിട്ട് അറിയാം ഇങ്ങനെ വരുവുള്ളെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞില്ല, ഏതായാലും ക്യാൻസർ സുഖപ്പെടുത്തിയ കർത്താവല്ലേ, ഞങ്ങൾക്ക് നോർമലായിട്ടുള്ള കുഞ്ഞിനെ തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ എങ്ങനെ കിട്ടിയാലും ഞങ്ങൾ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞു. 5-ാം മാസം ടെസ്റ്റ് ചെയ്തു, 6-ാം മാസം, 7-ാം മാസം, എല്ലാ മാസങ്ങളും ഈ സ്കാനിങ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് 1.5 കിലോ തൂക്കമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലേക്ക് നീങ്ങി. അപ്പം ഏപ്രിലാണ് ഇവരാദ്യം കുഞ്ഞിന് എന്നെ പ്രസവത്തിന് സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഏപ്രിൽ 24-ാം തീയതിയാണ് എൻ്റെ പിറന്നാൾ. അപ്പോൾ കർത്താവെ നീ കുഞ്ഞിനെ തരുന്നെങ്കിൽ ഏപ്രിൽ 24-ാം തീയതി തന്നെ തരണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 24-ാം തീയതി തന്നെ ഒരു മോനെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങൾ, നൊമ്പരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ചോദിക്കുന്നത് അതുപോലെ ദൈവം ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയി. ആ സഹനങ്ങളിൽ അവർ ദൈവത്തിൽ ആശ്രയിച്ചു. 2014 നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ലങ്സിൻ്റെ ക്യാൻസർ സൗഖ്യമായി. ഡോക്ടേഴ്സ് പറയുന്നു ഇനി ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ല, ഇനി ഉണ്ടായാൽ തന്നെ അംഗവൈകല്യം ഉണ്ടായിരിക്കും. പക്ഷെ യേശു അനുഗ്രഹിച്ചു, ഒരു കുറവില്ലാത്തൊരു കുഞ്ഞ്. എൻ്റെ പേരെന്നാ? ജോൺ എന്നാണ് വിളിക്കുന്നത്. ജോൺ എന്നാണ് പേര് വിളിക്കുന്നത്. എഡ്വിൻ എന്നാണ് ഓവന് പേര്. അതെ, ജോൺ. ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശുവിനെ ആശ്രയിച്ച ആർക്കും ഇന്നുവരെ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഹല്ലേലൂയ. യേശുവിനെ ആര് ആശ്രയിച്ചോ അവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. യേശുവിനെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് കണ്ടത്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിൽ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കും. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ. തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. വലിയ തീഷ്ണതയോടെ ഭക്തിയോടെ നമുക്ക് ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനൻ സർവവുമായി
നിങ്ങളിപ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ, കുടുംബത്തിന് ആവശ്യങ്ങൾ, മക്കളുടെ ആവശ്യങ്ങൾ, കടഭാരങ്ങൾ, വിദേശത്തുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ഓരോരുത്തരും, ജീവിത പങ്കാളി അല്ലെ മക്കൾ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പകർച്ചവ്യാധിയിൽപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, ഓട്ടിസം ബാധിച്ചവർ, മറ്റു പലവിധ രോഗത്തിൽ കിടക്കുന്നവർ, തളർന്നു കിടക്കുന്നവർ, എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളോട് ഓരോരുത്തരും യേശു പറയുന്നു, നീ സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. നീ സമാധാനത്തോടെ പോവുക, നിന്റെ എല്ലാ രോഗങ്ങളും ഞാൻ സൗഖ്യമാക്കും. നീ സമാധാനത്തോടെ ആയിരിക്കുക, നിന്റെ കടഭാരങ്ങൾ ഞാൻ ഏറ്റെടുക്കും. നിന്റെ തകർന്ന ബിസിനസ്സിനെ ഞാൻ പണിതുയർത്തും. വഴിതെറ്റിപ്പോയ നിന്റെ മക്കളെ ഞാൻ മാനസാന്തരത്തിലേക്ക് നയിക്കും. തകർന്ന നിന്റെ കുടുംബ ജീവിതം ഞാൻ പണിതുയർത്തും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം മടക്കിത്തരാൻ ഞാൻ ശക്തനാണ്. രോഗം ബാധിച്ച് ആരോഗ്യം നഷ്ടപ്പെട്ട ശരീരങ്ങളുമേൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ. തളർന്നു കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ എണീറ്റു നടക്കട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടൊഴിയട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പാപദുശീലങ്ങളും ആസക്തികളും വിട്ടുമാറട്ടെ. ഈശോയെ, നടുവ് നട്ടലും അങ്ങ് ബലപ്പെടുത്തണമേ. സന്ധിവാദം സൗഖ്യമാക്കണമേ. എല്ലാവരും ഞങ്ങളുടെ രോഗങ്ങളും ആവശ്യങ്ങളും ഒക്കെ സമർപ്പിച്ച് സ്തുതിച്ചു കൊള്ളുക. യേശുവേ, കരുണയായിരിക്കണമേ. നമ്മുടെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ പകർച്ചവ്യാധികൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരത്തെ മുഴകൾ വറ്റിപ്പോവട്ടെ. ബ്രസ്റ്റിലെ മുഴകൾ, ക്യാൻസർ മുഴകളൊക്കെ വറ്റിപ്പോവട്ടെ. യേശുവിന്റെ നാമത്തിൽ തലച്ചോറിലെ മുഴകൾ വറ്റിപ്പോവട്ടെ. യേശുവിന്റെ നാമത്തിൽ ഗർഭപാത്ര മുഴകൾ വറ്റിപ്പോവട്ടെ. ഓപ്പറേഷനുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോവട്ടെ. ഹല്ലേലൂയ. പകർച്ചവ്യാധിയേറ്റ് മരണത്തിലേക്ക് പോകുന്നതിന് മേൽ കർത്താവിന്റെ ശക്തി കടന്നു പോവട്ടെ. മരണത്തിന്റെ ആത്മാവ് വിട്ടൊഴിയട്ടെ. തീരാവ്യാധികൾ വിട്ടുമാറട്ടെ. മാരക രോഗങ്ങൾ വിട്ടുമാറട്ടെ. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവർ യേശുവിന്റെ നാമത്തിന്റെ ശക്തിയിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ തിരുമുറിവിൽ നിന്ന് ശക്തി പ്രവാഹം ഉണ്ടാവട്ടെ. 1 പത്രോസ് 2:24 അവന്റെ മുറിവിനാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തിരുമുറിവിനോട് ചേർത്ത് വയ്ക്കുന്നു. അത്ഭുത രോഗശാന്തികൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. തീരാവ്യാധികൾ, തീരാരോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. മദ്യാസക്തി വിട്ടുമാറട്ടെ. ജഡികാസക്തി വിട്ടുമാറട്ടെ. ഭോഗാസക്തി വിട്ടുമാറട്ടെ. നിരാശയും ദുഃഖവും ഭയമെല്ലാം വിട്ടുമാറട്ടെ. കർത്താവേ, നിന്റെ കരമൊന്ന് വയ്ക്കണമേ. അത്ഭുത വിടുതൽ അങ്ങയുടെ മക്കൾക്ക് നൽകണമേ. ദൈവിക കാരുണ്യത്തിൽ നിന്ന് മഹാശക്തി ഒഴുകട്ടെ. കർത്താവിൻ്റെ തിരുമുറിവിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. പാപാസക്തികൾ വിട്ടുമാറട്ടെ. ദൈവശക്തി കടന്നു പോവട്ടെ. യേശുവിൻ്റെ തിരുരക്തം ദൈവജനത്തിൻ്റെ മേലൊഴുകട്ടെ. തീരാ വ്യാധികൾ വിട്ടുമാറട്ടെ. രോഗാണുക്കൾ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ നിർവീര്യമാവട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. സോറിയാസിസ് വിട്ടുമാറട്ടെ. കണ്ണിൻ്റെ കാഴ്ചക്കുറവ് വേദന വിട്ടുമാറട്ടെ. കാതുകൾ തുറക്കപ്പെടട്ടെ. തലച്ചോറ് ഉണരട്ടെ. ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം നൽകണമേ. വൈകല്യമുള്ള കുഞ്ഞുങ്ങളെല്ലാം സുഖപ്പെടുത്തണമേ. യേശുവേ, നിങ്ങളുടെ നാമത്തെ വിളിക്കുന്നു. വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇപ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഒഴുകട്ടെ. ശക്തി പ്രവാഹമുണ്ടാവട്ടെ. സകല കെട്ടുകൾ അഴിയട്ടെ. വ്യക്തികൾ അനുഗ്രഹത്തിലേക്ക് കടന്നു വരട്ടെ. കുടുംബങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി. ലൂക്ക 6:19 അവനിൽ നിന്ന്
ശക്തി പുറപ്പെട്ടു. ദിവ്യ കാരുണ്യ ഈശോയിൽ നിന്ന് ശക്തി ഒഴുകട്ടെ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കരുണയുടെ പ്രവാഹമുണ്ടാവട്ടെ. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കൃപയുടെ പ്രവാഹമുണ്ടാവട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, നിരാശകൾ, ദുഃഖങ്ങൾ എല്ലാം വിട്ടുമാറട്ടെ. കർത്താവേ, പാപത്തിൻ്റെ കുറ്റബോധം എടുത്തു മാറ്റണമേ. നിരാശയിലായിരിക്കുന്നവർക്ക്, തീരാ രോഗത്താൽ വലിയുന്നവർക്ക്, കടബാധ്യതക്കാരെ എല്ലാം നിരാശയിൽ നിന്ന് വിടുവിക്കണമേ. പരിശുദ്ധാത്മാവേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. ദിവ്യ കാരുണ്യ ഈശോയെ, ഞങ്ങളുടെ തിരുമുമ്പിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയുടെ വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മളെ ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മുടെ കൃപാഗ്നി കൺവെൻഷൻ 2 ദിവസം കൂടിയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം. ഈ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. വരുന്ന 2 ദിവസങ്ങളിൽ കർത്താവ് മഹാകാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ. കൃപാഗ്നിയ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ.